ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ മരിച്ചിട്ടില്ല. നീ എന്താ ചെയ്തത്? എവിടെയാ ഒളിച്ചത്? എവിടെയായിരുന്നു ഇതുവരെ? എവിടുന്നാ നീ ഇപ്പൊ വരുന്നേ? ഞാനെല്ലാം വിശദമായിട്ട് പറയാം ചേച്ചി. പക്ഷേ അതിനു പറ്റിയ സ്ഥലവും സാഹചര്യവും അല്ലത്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു മനസ്സും രണ്ട് ശരീരവുമായി നമ്മൾ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതൊക്കെ? ആ കാലമൊക്കെ നമുക്കിനി തിരിച്ചു കിട്ടുമോ ചേച്ചി? അതിനുള്ള മറുപടി നീ തന്നെ പറ. തിരിച്ചു വരും. ഞാൻ ഇനി ചേച്ചിയെ വിട്ട് എങ്ങും പോകുന്നില്ല. പക്ഷേ ഈ സമയത്ത് ഇവിടെ സന്ദർശകരെ അങ്ങനെ കടത്തി വിടാറില്ല. എന്നിട്ടും നീ എങ്ങനെ അകത്ത് വന്നു? ഞാനിപ്പോഴും നിയമപരമായി വിക്രമിന്റെ ഭാര്യയാണ് ചേച്ചി. വിക്രമിന്റെ ഭാര്യയെന്ന് കേൾക്കാത്ത താമസം തടയാൻ വന്ന കൈകളൊക്കെ പിൻവലിച്ചു. വിക്രം അവനെ എന്നെ ചതിച്ചത്. നമ്മളെ കുടുംബാംഗങ്ങൾക്കിടയിൽ ആദ്യം എന്റെ തനി നിറം മനസ്സിലാക്കിയത് ഞാനാ. ഞാനതിന് ശക്തമായി അവനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യം തീർക്കാൻ അവൻ അവസരം കിട്ടിയത് ഇപ്പോഴാ. എന്നെ തകർക്കാൻ മയക്കുമരുന്ന് തന്നെ അവൻ ആയുധമാക്കി. മോളെ, നിന്നെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒന്ന് മാത്രം അറിഞ്ഞാ മതി. അവൻ നിന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടതാണോ? അല്ല ചേച്ചി, പല ദുരിതങ്ങളിലേക്കും എന്നെ തള്ളിയിട്ട വിക്രമിന് കൊക്കയിലേക്ക് തള്ളാനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. ഞാൻ സ്വയം ചാടിയതാ. എന്റെ ശരീരത്തിൽ നിന്നും ഒരു മുടിനാരിഴ പോലും അവശേഷിക്കരുതെന്ന് കരുതിയതാ. പക്ഷെ അതിന് പ്രകൃതിയുടെ കൈകൾ അനുവദിച്ചില്ല. വീണ്ടും ഒരു ജീവിതത്തിലേക്ക് തന്നെ പ്രകൃതി എന്നെ എത്തിച്ചു. ഇനിയുള്ള ജീവിതം വിക്രമിന്റെ ഭാര്യയായി ജീവിക്കാനുള്ളതല്ല. അയാളെ എന്നേക്കുമായി എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അയാളുടെ കൂടെ ഈ ജന്മത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. വർഷേ, ഞാനിപ്പോ പോവാ. വീണ്ടും കാണാം. മോളെ, വർഷേ, വർഷേ, മോളെ പോലെ. വർഷേ, വർഷേ, വർഷേ. വർഷേ.